കൊച്ചിയിൽ ഇയാളുടെ ഫ്ലാറ്റിലാന്ന് തോന്നുന്നു സംഗതി നടക്കുന്നു തോന്നുന്നു. ഇതെന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ കിടന്നുകൊണ്ട് കാണിക്കുന്നത്? ഞാനത് ലൈറ്റായിട്ട് ബ്ലർ ചെയ്ത് പറയുന്ന ഭാഷയിൽ എന്തു തെറി വിളിയാണ് വിളിക്കുന്നത്, ഒരു മര്യാദയില്ലാതെ. അമ്മയെ പണി എന്തുവാ ഇയാൾക്ക്? എന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പണമുണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, ഒരു മനുഷ്യൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലായിട്ടങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നും അറിയണ്ട. കരിയർ സേഫാണ്. ഇയാൾ ലൊക്കേഷനിലൊക്കെ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ പുള്ളിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളി പഠിച്ചു പ്രസൻറ്റ് ചെയ്യും. അത് പുള്ളിയുടേതായ പ്രൊഫഷൻ പുള്ളി ചെയ്യുന്നുമുണ്ട്. പക്ഷേ അയാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് വരുമ്പോൾ വീട്ടിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഗോവയിലൊക്കെ വെച്ച് പുള്ളി എന്താ തെറി പറയുന്നത്, പിന്നെ വീട്ടിൽ കിടന്ന് ഫ്ലാറ്റിൽ കിടന്ന് അയൽവാസികളുമായിട്ടുള്ള തെറിയുമ്പോഴും എന്തിനാ വേണ്ടിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. പണം അങ്ങനത്തെ വല്ല ഇഷ്യൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം ആവശ്യത്തിന് ഉണ്ട്. വിനായകനൊക്കെ സംബന്ധിച്ച് നല്ലവണ്ണം തമിഴിലൊക്കെ വർക്ക് ചെയ്യുന്നതിനൊക്കെ അത്യാവശ്യം. ഇപ്പം പുള്ളി അധികം താമസിച്ച് ബോളിവുഡിലോട്ട് ചിലപ്പോൾ ഹോളിവുഡിലോട്ട് വരെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിനുള്ള ടാലൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇയാളുടെ പേഴ്സണൽ ലൈഫല്ല, ആസ് ആൻ ആക്ടർ ഇയാൾക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട്. പിന്നെ ഈ പുള്ളിക്ക് അവഗണനകൾ ലൊക്കേഷനിൽ നിന്ന് കിട്ടുന്നുണ്ടോ നമുക്കറിയത്തില്ല. വ്യക്തിപരമായിട്ട് ഇനി പേഴ്സണൽ ഫ്രണ്ട്സിൽ നിന്നോ എന്താണെങ്കിലും ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിന് അറിയാവുന്നവരല്ലേ, സിനിമാ മേഖലയിൽ നിൽക്കുന്നവരല്ലേ, ഗവൺമെൻറ്റോ ആരെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന്, കാരണം ഇത്ര നല്ലൊരു കലാകാരനാണ്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തെന്ന് അന്വേഷിക്കുക. ഇനി അദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു സിറ്റുവേഷനാണെങ്കിൽ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതിന് മുമ്പ് തുടക്കമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യൂർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അയാൾക്ക് എന്തെങ്കിലും മനുഷ്യനാണ്, പറയാൻ പറ്റില്ല. കാരണം പുള്ളി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഒരു തവണയല്ല, ഇത് പലതവണയാകുമ്പം ഒരു കലാകാരൻ നാടിൻ്റെ സ്വത്താണ്. സർക്കാർ ഇത് പരിശോധിക്കേണ്ടതാണ്, ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് എന്താ പ്രോബ്ലം എന്നുള്ള മനസ്സിലാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. മോർ ദാൻ 85% ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിത്വമാണ് വിനായകൻ. ആ വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിനയം കൊണ്ട് മാത്രം നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതാണ്, നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.